എല്ലാവർക്കും രഞ്ജു ഡാഡമ്മി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ രഞ്ജിഷ, നിങ്ങൾക്കെന്നെ രഞ്ജു എന്ന് വിളിക്കാം. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയാണ് ഇത്. ഞാൻ കുറേ ഷോർട്സ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനിന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വാചകങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്, അല്ലെങ്കിൽ കാണിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിന് കറിയായിട്ട് എനിക്ക് മീനാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളച്ചൂര എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഞാൻ എറണാകുളംകാരിയാണ്. എന്നെ കെട്ടിച്ചിരിക്കുന്നത് വടുതല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ വെള്ളച്ചൂര എന്നാണ് പറയുന്നത്. കേരയാണെന്ന് വെച്ചാൽ കേരയല്ല, ചൂരയാണെന്ന് വെച്ചാൽ ചൂരയല്ല. ചൂര നല്ല അതിൻ്റെ ഫ്ലഷ് കറുത്ത് ഇതായിട്ടായിരിക്കാറുള്ളത്. കേര നല്ല വൈറ്റ് ഫ്ലഷ് ആയിരിക്കും നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, എല്ലാ അമ്മമാർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു മീൻ കറിയാണ്, പിന്നെ ഒരു മീൻ വറുത്തതും, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഉലത്തും. അതാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മമാരായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മീൻ വെക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ മീൻ നമുക്ക് മുറിച്ചിട്ടല്ല നമ്മുടെ മീൻകാരൻ ചേട്ടൻ തന്നിരിക്കുന്നത്. എനിക്കൊരു മീൻകാരൻ ചേട്ടനുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ മീൻ കൊണ്ടുവന്ന് തരാനായിട്ട് ഒരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ പെട്ടി ഓട്ടോറിക്ഷയിലാണ് മീനൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനേ നമുക്ക് തരാറുള്ളൂ. കാരണം കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കാരണം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് പുള്ളി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മീന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ സൈഡിലുള്ള മുള്ളും ഒക്കെ ക്ലീനാക്കി എടുത്ത് അതിനുശേഷം ഞാൻ പുറത്ത് കല്ലിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പുറമേ എല്ലാം ഉരച്ച് ക്ലീനാക്കി എടുത്തു. അതിന് ശേഷം രണ്ട് മീനാണ് നമുക്കുള്ളത്. രണ്ട് മീനിൽ അതിൻ്റെ തല ഭാഗം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തു, മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തുള്ള വേസ്റ്റുകളൊക്കെ എല്ലാം മാറ്റി മീനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി പിന്നെ നമ്മൾ കട്ട് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. കാരണം നമുക്ക് കട്ട് ചെയ്തല്ല ഇത് കിട്ടിയത്. കട്ട് ചെയ്ത മീൻ കിട്ടാറുണ്ട്, പക്ഷേ നമുക്ക് ഈ മീൻ കിട്ടിയത് കട്ട് ചെയ്തല്ല, കട്ട് ചെയ്യാത്ത മീനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനായിരുന്നു. ഒരെണ്ണം ഇത്തിരി വലിപ്പമുള്ളതായിരുന്നു, ഒരെണ്ണം മീഡിയം സൈസായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ചെയ്യണേന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഇളയ മോനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് 2 ആൺമക്കളാണ്. ഞാൻ ഹസ്ബൻഡും എൻ്റെ 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ അതിനുള്ള കണ്ടോ, ഞാൻ ഇതിനിടയിൽ കൂടെ അതും കൂടി പറയുന്നുണ്ട് കേട്ടോ. മീറ്റിൻ്റെ വേസ്റ്റൊക്കെ ഞാനൊന്ന് മാറ്റണേന്. അതെല്ലാം എടുത്ത് മാറ്റി പിന്നെ അതുപോലെ തന്നെ ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്ത് എടുക്കണേ. എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്ത് എനിക്കിപ്പോൾ ഒരു ശീലമായി തുടങ്ങി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് അവർ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കിയാണ് തരുന്നത്. പക്ഷെ ഞാനിവിടെ നമ്മുടെ വീട്ടിൽ ഇത് ചെയ്തപ്പോൾ എനിക്കറിയാൻ പാളഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയും നല്ല മൂർച്ചയുള്ള കത്തിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ അതൊരെണ്ണം വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ട് ശരിയും ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഇത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ എൻ്റെ മോൻ്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ ഈ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. ഓക്കെ, കിട്ടിപ്പോയി. മറവി ഇത്തിരി അല്പം കൂടുതലാണേ. അപ്പോൾ വേറൊന്നുമല്ല, മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒക്കെ നുറുക്കിയെടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് തേച്ച് എടുക്കുന്ന കാരണം നമുക്ക് ആ തൊലിയുടെ പ്രശ്നം നമുക്ക് അത്ര ഇതായിട്ട് വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്തു. നമുക്ക് ഈ മീറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് നല്ല കുടംപുളി ഇട്ട് വറ്റിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് കറിയും ആവുമല്ലോ.
അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് കരുതിയേക്കണത്. അപ്പോൾ ചെറിയ പീസൊക്കെ ആക്കി കട്ട് ചെയ്യാനാണ്. കത്രികയും കത്തിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണേന്. എൻ്റെ കൈ നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ മടക്കി ഇതായിട്ടാണ് പിടിച്ചേക്കുന്നത്. രാവിലെ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്ര അധികം തന്നെ മുറിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് കൈ ഞാൻ അങ്ങനെ ഇതാക്കിയത്. വലിയ മീനായാണ്. ചെറിയ മീനാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. വലിയ മീനായാണ് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൈ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ പെണ്ണെന്താ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. മീൻ വെട്ടാൻ അറിയാമ്പളത്തെ പെങ്കൊച്ചാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ കയ്യിൽ അങ്ങനെ ഒരു ഇത് പറ്റിയത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കത്തി കൊണ്ടും കത്രി കൊണ്ടും മാറി മാറി ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, കൈ വേദന എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറി മാറി കത്രി കൊണ്ട് കുറേ നേരം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 2 പീസ് മാത്രം ഞാൻ ഭയങ്കര വേദന എടുത്തപ്പോൾ ഞാൻ പലകയിൽ വെച്ചിട്ട് കത്തി കൊണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മീനെടുത്തിട്ട് നമുക്ക് വറുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടംപുളിയിട്ട് വറ്റിച്ച് വെക്കാം. അപ്പോൾ ഒലത്തിന് എനിക്ക് പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സോയ ചങ്ക്സ്, ഈ ചെറിയ മുത്തുമണികൾ പോലെ ഉള്ള സോയ ചങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സോയ ചങ്ക്സ് ആയിട്ട് വാങ്ങിക്കുന്നത്. സോയാബീൻ വലിയ ഇതില്ലേ, അപ്പോൾ വലിപ്പമുള്ളത് അതാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷെ അത് വാങ്ങിച്ചാൽ നമ്മൾ വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പല എനിക്കറിയാവുന്ന തരത്തിലൊക്കെ ഞാൻ വെച്ച് നോക്കി. പക്ഷെ എങ്കിലും അതിനകത്തോട്ടൊന്നും ഇങ്ങനെ കയറി മസാലയും പിന്നെ അതുപോലെ ഉപ്പും ഇതൊക്കെ അങ്ങനെ പിടിക്കാത്ത ഒരു ഇതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മക്കളാണെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ അതുങ്ങൾക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ടേസ്റ്റ് പോലെ അങ്ങനെ ഇത് തോന്നിയിട്ടില്ല. നമ്മളെങ്ങനെ ഇറച്ചിക്കറി വെക്കുന്ന പോലെയോ ഡ്രൈ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും എങ്ങനെ ചെയ്താലും ഒരു വികാരമില്ലാത്തൊരു സാധനം. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പല നോക്കിയിട്ടും നമ്മൾ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്ത് നോക്കിയേക്കണം. പക്ഷേ എനിക്ക് അതൊന്നും സെറ്റായി വന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞ് ഞാൻ വെച്ച് കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് ഞാൻ ആദ്യം കഴിച്ച് നോക്കി. പിന്നെ എൻ്റെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് സോയ ചങ്ക്സ് ആണ്, സോയാബീൻ പിന്നെ വാങ്ങിക്കാറില്ല. സോയാബീൻ വാങ്ങിച്ചാൽ ഇതേപോലെ തന്നെ അത് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കെല്ലാം മസാല ഇതൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കറി റോസ്റ്റ് വെക്കാനാണ് പോണത്. അപ്പോൾ ഞാൻ മീറ്റിൻ്റെ തലയൊക്കെ ക്ലീനാക്കി എടുത്ത് അതിൻ്റെ ചെകിളയും ഒക്കെ ഇതാക്കി. അപ്പോൾ നോക്കി ആ 2 വലിയ മീറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഫ്ലഷാണ് ഈ കാണുന്നത്. ഞാൻ ഓർത്ത് ചട്ടി നിറയെ മീനുണ്ടാവും. പക്ഷേ എന്നെ പറ്റിച്ചേ, എന്ത് ചെയ്യാനാണ്, വാങ്ങിച്ചും പോയി വെക്കാണ്ടും പറ്റൂല. അപ്പോൾ അതേ കുറച്ച് കഷ്ണങ്ങളെടുത്തിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. അപ്പോൾ അതേ അതിനകത്തോട് സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ചൊറുക്ക. എൻ്റെ കയ്യിൽ ചൊറുക്കേനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൊറുക്കേനിട്ടത്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമ്മൾ പെരട്ടിയിട്ട് മാറ്റി വെക്കുക കുറച്ച് നേരം. ഈ സമയത്ത് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ വെക്കണ രീതിയാണ് കേട്ടോ. ഇങ്ങനെ നുറുക്ക് മീൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇവിടെ വെക്കാറുള്ളത്. അധികമല്ല, 2-3 ഉലുവ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയുള്ളി, ഇതിൽ ചെറിയുള്ളി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് ഞാൻ സവാളയും കൂടെയാണ് എടുത്തത്. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ വേപ്പില, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നീളത്തിലരിഞ്ഞത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കറിക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ്, ചതച്ചിട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ്, പിന്നെ അതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ്. അങ്ങനെയാണ് ഞാൻ പലരും പലരുടെ റെസിപ്പി സെയിം സാധനം തന്നെ ആയിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ അരിഞ്ഞിടണത്, ചിലപ്പോൾ ചതച്ചിടണത്, പേസ്റ്റ് ആക്കണത്, ഇതൊക്കെ ഇടുമ്പോൾ ഓരോന്നിനും ആ കറി നല്ല ടേസ്റ്റ് നല്ല ഡിഫറെൻ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മളിത് ഈ സവാള ഇതും അതേപോലെ ഉള്ളി ഇതൊക്കെ കൂടി വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും ചെയ്യണ പോലെ ഞാനും
ഇത്തിരി പൊടിയുപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, വഴണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മീറ്റിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഈ പെണ്ണെന്താണ് ഇത്രയും മുളക് പൊടി നിന്ന് പുറത്ത് തെറ്റിദ്ധരിക്കേണ്ട, കാശ്മീരി ചില്ലി അപ്പോൾ അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് പച്ചമുളക് ഒരു 4-5 പച്ചമുളകോളം എടുത്തേക്കണം. നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറണ വരെ നമ്മളങ്ങോട്ട് വഴറ്റി കൊടുത്ത്, നമ്മൾ ഈ സമയത്ത് നമ്മുടെ കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെ മണമൊക്കെ ഒന്ന് അങ്ങോട്ട് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ കുടംപുളി, ആ വെള്ളത്തേപ്പൊടി നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണേന് കേട്ടോ, ഒഴിച്ച് കൊടുക്കണേനെ. ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടണം. പിന്നെ ഇതിനാവശ്യമായിട്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളമാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചൂടുവെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ട് സാധാരണ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണേന്. അതുകൊണ്ട് ഇതിനകത്തോട്ട് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കല്ലുപ്പ് ഇടുമ്പോഴത്തേക്കും കൈയളവ് അറിയണം എന്നുള്ളൊരു ചൊല്ല് പറയാറുണ്ട് പണ്ടത്തെ കാരണവർ. ആരെങ്കിലും കേട്ടോന്ന് അറിയാൻ പറ്റില്ല, കേട്ടവർ കമൻറ്റ് പറയണേ. അപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചേക്കണം. കല്ലുപ്പ് ഇടാണ്ട് വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പറഞ്ഞത്, നമ്മുടെ ഇറച്ചിക്കറിയും പിന്നെ അതുപോലെ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിക്ക് പ്രത്യേക സ്വാദാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് തിളക്കാൻ വേണ്ടി വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കണേണ്. അപ്പോൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ആ മീത്തിൻ്റെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിഞ്ഞൂടാ, കറിവേപ്പില ഞാൻ കൈകൊണ്ട് വേണ്ടി ഞെരടിയിട്ടാണ് നമ്മുടെ മസാലയൊക്കെ തേച്ചെടുത്തിട്ട് മീൻ കഷ്ണങ്ങളിലേക്കൊക്കെ ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്കാണ് ഞാനിട്ട് വറുത്തെടുക്കുന്നത്. പാത്രത്തിൻ്റെ ഭംഗി അത്രയൊന്നും ഇല്ല കേട്ടോ, ഇതെൻ്റെ പഴയ ദോശക്കല്ലാണ്. എൻ്റെ ഇനാമലൊക്കെ പോയി നടത്തൊക്കെ അതിൻ്റെ ഇനാമലൊന്നും ഒട്ടുമില്ല. അപ്പോൾ ഞാൻ അതിനകത്താണ് മീനും അങ്ങനത്തെ ഇതൊക്കെ വറുത്തെടുക്കുന്നത്. ഈ ചട്ടകം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചട്ടകമാണ്, എൻ്റെ ഫേവറേറ്റ് ചട്ടകമാണ് കേട്ടോ. കാരണം അങ്ങനെ അടിക്കൊന്നും അങ്ങനെ പിടിക്കുക, ഇങ്ങനെ അടിയിൽ നിന്ന് കുത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോരും. മീനാണെങ്കിലും എന്താണെങ്കിലും ചിക്കൻ അങ്ങനെയൊക്കെയാണ്. ഇപ്പുറത്ത് നമ്മുടെ മീനിൻ്റെ അരപ്പ് അല്ലെങ്കിൽ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിനകത്തിട്ട് കൊടുത്ത് ആ ചാറൊക്കെ ഒന്ന് കഴുകി ഒന്ന് അതിൻ്റെ മുകളിലോട്ടൊക്കെ ആക്കി കൊടുക്കുക. മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ, മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകും. ഇത് ഇപ്പോൾ ഇട്ടല്ലേ ഉള്ളൂ ജസ്റ്റ്, അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാനിങ്ങനെ കയ്യിൽ കൊണ്ടിട്ട് ഇങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ. വെറുതെ ആ ചാറ് ആ മീത്തിൻ്റെയൊക്കെ മുകളിലോട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ച് ഇതാക്കി കൊടുക്കുന്നു മാത്രം. എന്നിട്ട് നമുക്കിതിന് അത് കറിയാക്കാനായിട്ട് മൂടി വയ്ക്കാം. പിന്നെ ഇപ്പുറത്ത് അതുപോലെ തന്നെ നമ്മുടെ മീത്തിൻ്റെ വറുക്കാൻ വെച്ചേക്കണതും അവിടെ ഇരുന്നുണ്ട് ആകുന്നുണ്ട്. ഒരിടപ്പത്ത് മീൻ കറി, ഇപ്പുറത്ത് മീൻ വറുത്തത്, ഇപ്പോൾ രണ്ടും ആയിക്കൊണ്ടിരിക്കണേണ്. എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം തന്നെ. അപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിലൊത്തിരി നന്ദി. അതേപോലെ ഒരു ചെറിയൊരു സങ്കടവും കൂടെ ഉണ്ട്. ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ഭൂരിഭാഗം ഒരു 3/4 ഭാഗത്തോളം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുൻപിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ അത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളെപ്പോലെ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് അറിയുമ്പോഴും നമുക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ ഫ്രണ്ട്സിനോടുമായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം വേണം. അപ്പോൾ അതായത് നമ്മുടെ മീൻ വറുത്തത് ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു വശം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പുറത്തെ വശം കൊണ്ട് തിരിച്ചിരുന്നു കേട്ടോ.
അപ്പുറത്ത് മീൻ കറിയുടെയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് അടപ്പും ഫില്ലാണ്. കണ്ടോ, മീൻ വറുത്തത് അങ്ങനെ റെഡിയായി. ഞാൻ കോരി എടുക്കുന്ന വീഡിയോ എടുക്കാൻ സ്കിപ്പായിപ്പോയി. അപ്പോൾ മീൻ വറുത്തതായിട്ടുണ്ട്. അപ്പോൾ മീൻ കറി എന്തായാലും നോക്കട്ടെ. മീൻ കറി മീൻ നന്നായിട്ട് തിളച്ച് വറ്റി അതിനകത്തോട്ട് അതിൻ്റെ ആ ഗ്രേവിയും അല്ലെങ്കിൽ അതിൻ്റെ ചാറും ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എൻ്റെ വെളിച്ചെണ്ണയുടെ കുപ്പിയുടെ മൂടിയാണ് കേട്ടോ, അത് അടപ്പാണ്. അടപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാനൊന്ന് തൂകിയതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ തീ ഒന്ന് വളരെ സ്ലോയിൽ ഇതായിട്ട് ചെറിയ തീയിൽ ആക്കി കൊടുക്കാം. അവിടെ ഒന്നൊരു 5 മിനിറ്റ് വേണ്ട, ഇത്തിരി നേരം കൂടി ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളച്ചൂര മീൻ കറി കുടംപുളി ഇട്ട് വറ്റിച്ചത് റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്. നല്ല വെള്ളച്ചോറും മീൻ കറിയും ഒക്കെ കൂട്ടി തിന്നാനായിട്ട് കൊതിയില്ലാത്തവരാരാണല്ലേ. ഇനിയിപ്പോൾ നമുക്കിനി മീൻ വറുത്തതായി, മീൻ കറി വെച്ചതായി. ഇനി നമുക്ക് നമ്മുടെ വേറൊരാളും കൂടി ഉണ്ടായാലും ആരായിരുന്നു, പച്ചക്കറി ഇല്ലാത്ത കാരണം സോയ ചങ്ക്സിനെയും കൂടി നമുക്കൊന്ന് കറിയാക്കി എടുക്കണം. സോയ ചങ്ക്സ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ചട്ടി ചൂടാക്കി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന സവാള, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ അധികം ഗോൾഡൻ ആയില്ലെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതായി വന്നു. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് നമ്മളതിനകത്തോട്ട് ചേർക്കുന്നത്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇതേപോലത്തെ കറികളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ആണ് നമ്മൾ ഇതിനകത്ത് പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് ഒന്ന് വഴച്ചെടുക്കണം. വഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്തോട്ട് പൊടികൾ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ കുത്തൽ വരും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. അത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഇതിൻ്റെയും പൊടികളുടെ മണം നന്നായിട്ട് ആ പച്ച കുത്തലൊന്ന് മാറണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത് കൂടി അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ തക്കാളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങും. നമുക്ക് ആ മസാലയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി ആ വെള്ളമൊക്കെ ഒന്ന് പയ്യാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് വരും സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള ഒരു ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ടേസ്റ്റ് കൊടുക്കുന്ന സാധനം മുട്ട, സാധാരണ ഒരു മുട്ട, ആ ഒരു മുട്ട അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ചിക്കി ഇതാക്കി എടുക്കണം. ഞാൻ ഇതുവരെ സോയ ചെയ്തതിൽ വെച്ച് ടേസ്റ്റിൽ എനിക്ക് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഇട്ടേക്കുന്ന സോയയുടെ ഒരു റെസിപ്പിയാണിത്. ഇത് എവിടെ നിന്നാണ് ഇതെന്ന് വെച്ചാൽ പക്ഷേ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ റെസിപ്പി, അതായത് മുട്ട ഇട്ടിട്ടുള്ള റെസിപ്പി ഞാൻ ആയിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേന്. സോയ ചങ്ക്സ് ഇത്ര അധികം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു കുറച്ച് പോർഷൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് അടിയിൽ നിന്ന് മൊത്തം ഇളക്കി എടുക്കുന്നതിന് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി
ഞാൻ ദേ കറി ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മീൻകറി, കുടംപുളി ഇട്ട് വറ്റിച്ച ചൂരക്കറി, വെള്ള ചൂരക്കറിയും, പിന്നെ അതുപോലെ തന്നെ സോയ ചങ്ക്സ് കറിയും, പിന്നെ അതുപോലെ നമ്മുടെ മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട്, പിന്നെ അതുപോലെ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമുക്കിന്ന് ഒരു ഊണ് കഴിക്കാം.